ഒരു വിളിക്കായി കാത്തിരിക്കുകയാണ് എന്ന് മലയാളിയായ പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ്റെ രക്ഷിതാക്കൾ. കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ഈ ഒരു അപകടാവസ്ഥയിലാണ് ഷെയ്ഖ് എന്ന വിവരം നമ്മൾ അറിയുന്നത്. ഈ മാസം 4-നാണ് അമേരിക്കയിലേക്ക് പോയത്. 10-ാം തീയതിയാണ് ഒടുവിൽ വിളിച്ചത് എന്നും അച്ഛനമ്മമാർ പറയുന്നു. CK അഭിലാൽ വിവരങ്ങളുമായിട്ടുണ്ട്. അഭിലാലിനൊപ്പം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുമുണ്ട്. അഭിലാൽ, ഇപ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ദൗത്യങ്ങൾക്ക് സംവിധാനങ്ങൾ ഒരുങ്ങുകയാണ്. എന്താണ് ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് അറിയാൻ കഴിയുന്നത്? എങ്ങനെ രക്ഷാപ്രവർത്തകർക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? എന്ത് വിവരമാണ് അച്ഛനന്മാരുടെ കൈവശമുള്ളത്? കുടുങ്ങിക്കിടക്കുന്നു എന്നത് സംബന്ധിച്ച് ടെലിവിഷൻ വാർത്തകളിലൂടെയുള്ള അറിവ് മാത്രമാണ് രക്ഷിതാക്കൾക്ക് ഇരുവർക്കുമുള്ളത്. അമ്മ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു? വിളിച്ച് 10-ാം തീയതി വീഡിയോ കോൾ വിളിച്ചായിരുന്നു. പോവാം അമ്മ എന്നും പറഞ്ഞു. അവരുടെ വണ്ടിയിൽ പോകാമെന്ന് ടാറ്റ തന്നിട്ടാണ് പോയത്. സാധാരണ പോയ ഇടയ്ക്കൊരു 4-5 ദിവസം കൂടുമ്പോൾ സാറ്റലൈറ്റ് വഴി വിളിക്കും. ഇപ്രാവശ്യം മോൻ വിളിച്ചിട്ടില്ല. 9 ദിവസം മോൻ വിളിച്ചിട്ടില്ല. പിന്നെ ഇന്ന് രാവിലെ അറിയുന്നത്. 4-ാം തീയതി ഇവിടുന്ന് പോയി മോനെ. ഒപ്പമുള്ള ആളുകൾ അവരെക്കുറിച്ച് എന്തെങ്കിലും നമുക്ക് ഇല്ല. ഒപ്പം പോയത് തമിഴ്നാട്ടിൽ നിന്ന് ഒരാളാണ് കൂടെ പോയേക്കുന്നത്. സാറിലെ വിവരങ്ങളൊന്നും അറിയത്തില്ല. ഇത് ആദ്യമായിട്ടല്ലല്ലോ, ഒരുപാട് ഇടങ്ങളിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് 7 ഫോണ്ടും കയറി കഴിഞ്ഞതിപ്പോൾ ഒരു ഫ്രണ്ടിന് വേണ്ടി കൂടെ പോയതാണ്. അവരെ ചിലവ് മൊത്തം, തമിഴ്നാട്ടുകാരെ ചിലവ് മൊത്തം അങ്ങനെ മോൻ കൂടെ പോയതാണ്. അവർ വിളിച്ച് ചിലവ് കൊടുത്ത് കൊണ്ടുപോയത്. ഏതെങ്കിലും തരത്തിൽ നമ്മൾ സർക്കാരിൻ്റെ പ്രതികളുമായിട്ടെല്ലാം കോൺടാക്ട് ചെയ്യാൻ ശ്രമം നടത്തിയിട്ടുണ്ട്? ഒന്നും ഇത് നടത്തിയിട്ടില്ല. കൂട്ടുകാർക്ക് നടത്തുന്നെന്ന് പറഞ്ഞു. വേറെ പ്രത്യേകിച്ച് നമ്മളായിട്ട് നടന്നിട്ടില്ല. നിങ്ങളൊക്കെ വലിയ സുഹൃത്തുക്കളാണല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും സ്നേഹമുള്ള അനിയനാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ വളരെ ചെറുപ്പം പോലെ കണ്ടു വളർന്ന ആൾക്കാരല്ലേ, പയ്യനല്ലേ, വളരെ മിടുക്കനായ ഷെയ്ഖല്ലേ. ഇപ്പോൾ 7 ഭൂഖണ്ഡങ്ങളിലും മലകൾ കയറി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇതിപ്പം വേറൊരു പർവ്വതാരോഹനെ സഹായിക്കാൻ വേണ്ടിയാണ് പോയിരിക്കുന്നത്. വാർത്താമാധ്യമങ്ങളോട് അറിഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത്. ഉടനെ തന്നെ പത്തനംതിട്ട MP ആൻ്റോ ആൻ്റണിയുമായി ബന്ധപ്പെടുത്തി ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം കേന്ദ്ര സർക്കാരുമായിട്ട് അടിയന്തരമായി ബന്ധപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ശുഭവാർത്തകൾ വളരെ വേഗത്തിൽ 100%. ഫോൺ കോൾ വേണം. അത് വലിയൊരു ആഗ്രഹത്തിലിരിക്കും. അവനെ ഒന്ന് വിളിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിരുന്നു. ആൾ വരാൻ വൈകിയാലും കുഴപ്പമില്ല, ഒരു കോൾ കിട്ടിയാൽ മതി. 10 ദിവസം താമസിച്ചാലും കുഴപ്പമില്ല. കുഞ്ഞിൻ്റെ ഒരു കോൾ ഒന്ന് സംസാരിക്കണമെന്ന് വലിയൊരു ആഗ്രഹം വളരെ വേഗത്തിൽ സാധ്യമാകട്ടെ. ശുഭവാർത്തകൾ നമ്മളെല്ലാവരും തേടിയെത്തട്ടെ. എന്തായാലും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നിട്ടുള്ളതാണ് മാധ്യമ വാർത്തകളിലൂടെ അറിയാൻ സാധിച്ചിട്ട്. എന്തായാലും ശുഭവാർത്ത തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.